എല്ലാവർക്കും നമസ്കാരം. നമുക്ക് മഴത്തോരു മുംബൈയിലെ അലീനയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. എല്ലാ ദിവസവും ചാനലിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ ടോണി രാവിലെ തന്നെ മാമച്ചായൻ്റെയും ഗ്രേസിയാൻ്റെയും വീട്ടിലോട്ട് വരികയാണ്. ടോണിയെ കാണുന്നതും രേവതിക്കുട്ടി ചെന്ന് ഗ്രേസിയാനോട് പറയുന്നുണ്ട്, ആൻറ്റി ഇന്നലെ വന്ന ടോണിച്ചായൻ അവിടെ വന്ന് നിൽപ്പുണ്ടെന്ന് പറയും. ടോണിയോ? അവനെന്തിനാ അതിരാവിലെ ഞാൻ ഇങ്ങോട്ട് വന്നത്? അറിയത്തില്ല. അവൻ മദ്യപിച്ചിട്ടുണ്ടോ മോളെ നോക്കും. അറിയില്ല, വാതിലിൽ നിൽപ്പുണ്ടെന്ന് പറയും. മാമച്ചായ വേണ്ട, അങ്ങോട്ട് പോകണ്ട, മോളൊന്നും സംസാരിക്കാനൊന്നും നിൽക്കേണ്ട, ഇനി കയറി പോരാൻ പറയും. അത് എന്തിനാ വന്നതെന്ന് അറിയത്തില്ലല്ലോ ആൻറ്റി എന്ന് പറയും. ചിലപ്പം ഷെറിൻ ചേച്ചിയുടെ കുഞ്ഞിൻ്റെ എന്തെങ്കിലും കാര്യം പറയാനായിരിക്കും. ഇന്നലെ അവൻ പറഞ്ഞില്ലേ അവൻ അറിയാമെങ്കിലും അവൻ പറയത്തില്ലെന്ന്. അത് ഇന്നലെ മദ്യപിച്ച് പറഞ്ഞതില്ലേ, ചിലപ്പോൾ ഇന്ന് ചിലപ്പം എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിലോ. എനിക്കങ്ങനെയൊന്നും തോന്നുന്നില്ല എന്ന് ഗ്രേസി ആൻറ്റി പറയുന്നുണ്ട്. ആ സമയത്ത് ഞാൻ എന്തായാലും പോയി സംസാരിക്കാം, അതിന് ശേഷം ഇങ്ങോട്ട് വരാൻ പറയാമെന്ന് പറയും. അവനെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരണ്ടെന്ന് പറയും. എന്നാലും ഞാൻ പോയി സംസാരിക്കാം അങ്കിളെ, എങ്കിൽ നീ നിൻ്റെ ഇഷ്ടം പോലെ ചെയ്യാൻ പറയും. അങ്ങനെ രേവതിക്കുട്ടി അങ്ങോട്ട് ചെല്ലുകയാണ്. ആ സമയത്ത് ടോണിക്ക് നല്ല ചമ്മലുണ്ട്. ടോണി തന്നെ മനസ്സിൽ പറയാണ്, എന്താ ടോണി നീ കാണിച്ചത്? വളരെ ഷെയിമായിപ്പോയി. ഇന്നലെ ഒത്തിരി മദ്യപിച്ചു, ഇങ്ങനെയാണ് ഒരു വീട്ടിൽ കയറി പെരുമാറേണ്ടത്. ഷെയിം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സ്വന്തമായിട്ട് ഇങ്ങനെ കുറ്റപ്പെടുത്തി പറയുകയാണ്. ആ സമയത്ത് രേവതിക്കുട്ടി അങ്ങോട്ട് വരുന്നുണ്ട്. രേവതിക്കുട്ടിയെ കാണുന്നത് ടോണി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ രേവതിക്കുട്ടി ചോദിക്കും, എന്താ വന്ന്? ഇന്നലെ പറഞ്ഞതിൻ്റെ ബാക്കി പറയാൻ വേണ്ടിയാണോ? അത് എനിക്ക് അങ്കിളിനെ ആൻറ്റി ഒന്ന് കാണണം. എന്തിനാ? പിന്നെ വഴക്കൂടാനാണോ? ഞാൻ അവരോട് ഇന്നലെ ഇച്ചിരി മോശമായിട്ട് പെരുമാറി, എനിക്കവർ ക്ഷമ പറയണമെന്ന് പറയും. അവർക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്നലെ ഇവിടെ വന്ന് ടോണിഷായൻ കാണിച്ചു കൂട്ടിയതൊക്കെ വല്ല ഓർമ്മയുണ്ട്. അത് ഇന്നലെ ഞാൻ കുറച്ച് ഓവറായിട്ട് മദ്യപിച്ചിരുന്നു. ആ മാനസികാവസ്ഥയെ പറഞ്ഞു പോയതാ. അതുകൊണ്ട് എനിക്ക് അവരുടെ ക്ഷമ പറയാനാ, പ്ലീസ് എന്ന് പറഞ്ഞു. ശരി, കഴിച്ചിട്ടുണ്ടോ? ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാണ്. അതല്ല, മദ്യപിച്ചിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഇല്ലെന്ന് പറയും. എങ്കിൽ വാ എന്ന് പറഞ്ഞ് അകത്തോട്ട് കൂട്ടിക്കൊണ്ടുവരും. ആ സമയത്ത് ഗ്രേസി ആൻറ്റിക്കും മാമച്ചായനും ചെറിയൊരു പരിഭവമൊക്കെ ഉണ്ട്. എന്താ ടോണി, പിന്നെയും രാവിലെ തന്നെ വഴക്കൂടാൻ വന്നതാണോ? അങ്കിളും ആൻറ്റി എന്നോട് ക്ഷമിക്കണം, ഞാൻ ഇന്നലെ കുറച്ച് കൂടുതൽ മദ്യപിച്ചിരുന്നു, അതിൻ്റെ പുറത്ത് പറഞ്ഞു പോയാന്ന് പറയും. പറഞ്ഞത് എന്തൊക്കെയാണെന്ന് ടോണിക്ക് ഓർമ്മയുണ്ടോ എന്ന് മാമച്ചായൻ ചോദിക്കുന്നുണ്ട്. ഞാൻ ജീപ്പ് ഓടിച്ച് ഇവിടെ വന്നതും നിങ്ങളോട് സംസാരിച്ചതും നല്ല മഴയുണ്ടായിരുന്നു, എനിക്ക് വേറൊന്നും ഓർമ്മയില്ലെന്ന് പറയും. അപ്പോൾ ഗ്രേസി ആൻറ്റി പറയും, ഒന്നും ഓർമ്മയില്ലേ, ഞങ്ങളെ ഓർമ്മിപ്പിക്കണമെന്ന് ചോദിക്കും. ആ സമയത്ത് മാമച്ചായൻ പറയും, ഇന്നലെ തന്നെ വേണമെങ്കിൽ രാത്രി എനിക്ക് പോലീസിനെ വിളിക്കാമായിരുന്നു, പക്ഷേ ഞാനത് എന്താ ചെയ്യാതിരുന്നതെന്നറിയാവോ? നിനക്ക് ഞങ്ങളുടെ മകൻ്റെ പ്രായമേ ഉള്ളൂ, നിൻ്റെ മനസ്സിലെ സങ്കടം മുഴുവൻ നീ പറഞ്ഞു തീർക്കട്ടെ എന്ന് ഞാനാണ് ഗ്രേസമ്മയോട് പറഞ്ഞത് എന്ന് പറയും. അപ്പോൾ ഗ്രേസി ആൻറ്റി പറയും, ഇന്നലെ നീ ഒരു കാര്യം പറഞ്ഞിരുന്നു. അത് ചോദിക്കും. അത് എനിക്ക് ഓർമ്മയില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. നീ പറഞ്ഞല്ലോ ഷെറിൻ പ്രസവിച്ച കുഞ്ഞ് എവിടെയാണെന്ന് നിനക്കറിയാമെന്ന്, നീ അത് ഞങ്ങൾ പറയത്തില്ലെന്നും പറഞ്ഞു. അതും കൂടി പറയാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് രാവിലെ തന്നെ ഇങ്ങോട്ട് വന്നത്. എനിക്ക് ഷെറിൻ പ്രസവിച്ച കുഞ്ഞ് എവിടെയാണെന്ന് എനിക്ക് അറിയത്തില്ലെന്ന് പറയും. അപ്പോൾ നീ ഇന്നലെ രാത്രി പറഞ്ഞ അങ്ങനെ അല്ലല്ലോ, നിനക്കറിയാം, നീ ഞങ്ങൾ പറയത്തില്ലെന്നല്ലേ? അതെ, അങ്ങനെ ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ ഷെറിൻ പ്രസവിച്ച കുഞ്ഞിന് ഒരു അനാഥ മന്ദിരത്തിൽ വളരുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ അത് ജീവനോടെയുണ്ട്. പക്ഷേ അത് ഏത് സ്ഥലമാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, ആ കുഞ്ഞിനെ കാണാൻ നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിനെ കണ്ടുപിടിക്കാൻ നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാവും. അതിനുവേണ്ടി എന്ത് സഹായവും ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാം എന്ന് പറയും. ഇത് ടോണിയുടെ വാക്കാന്ന് പറഞ്ഞ് മാമച്ചായന് വാക്ക് കൊടുക്കുന്നു. എന്ത് സഹായം ആ കുഞ്ഞിന് വേണ്ടി ചെയ്തു കൊടുക്കാനും ആ കുഞ്ഞിനെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാനും എന്നെക്കൊണ്ട് കഴിയാവുന്ന എന്ത് സഹായവും ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരുമെന്ന് പറഞ്ഞ് ഗ്രേസി ആൻറ്റിക്കും മാമച്ചായനും ടോണി വാക്ക് നൽകുകയാണ്. രേവതിക്കുട്ടി ഒട്ടും പ്രതീക്ഷിക്കത്തില്ല ടോണി ചായനിൽ നിന്ന് ഇങ്ങനെ ഒരു മാറ്റം. കാരണം ഷെറിൻ പ്രസവിച്ച കുഞ്ഞാണല്ലോ, മറ്റൊരാളുടെ കുഞ്ഞിനെ കണ്ടുപിടിക്കാനുള്ള ആ ഒരു മനസ്സ്, കാരണം അയാൾക്കൊരു നല്ല മനസ്സുണ്ട്. അപ്പം ആ ഒരു ഇതിനെ രേവതിക്കുട്ടി അങ്ങ് അംഗീകരിക്കുന്നുണ്ട്. രേവതിക്കുട്ടിക്ക് വലിയ സന്തോഷമാവും ആ ഒരു കുഞ്ഞിനെ ഗ്രേസി ആൻറ്റിയുടെ കൈ കിട്ടുമെന്ന് അറിയുമ്പോഴത്തേക്കും. അതിനുശേഷം നമ്മുടെ നെടുമ്പുരക്കൽ വീടാണ് കാണിക്കുന്നത്. രാവിലെ തന്നെ രോഹിത്ത് കോളേജിലോട്ട് പോകാനൊക്കെ റെഡി ആവുന്നുണ്ട്. ആ സമയത്ത് ബബിത അങ്ങോട്ട് വന്ന് ചോദിക്കും, രോഹിതൻ റെഡിയായോ? റെഡിയായി. എന്നാലും എന്തിനായിരിക്കും പ്രിൻസിപ്പൽ അച്ഛൻ രോഹിതേട്ടനെയും അലീന ചേച്ചിയും കൂടി കാണുമെന്ന് പറഞ്ഞത്? അറിയത്തില്ല മോളെ എന്തിനാണെന്ന്. എന്തായാലും ഞങ്ങൾ പോയിട്ട് വരാം. സാധാരണ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അച്ഛനെയാണ് ഇൻഫോം ചെയ്യുന്നത്, അച്ഛനാണല്ലോ രോഹിതിൻ്റെ കൂടെ വരുന്നത്. ഇതിപ്പോൾ അലീന ചേച്ചിയും കൂട്ടിക്കൊണ്ട് വരണമെന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇനി ഡിസ്മിസ് എങ്ങാനും കാര്യം പറയാനാണോ അതോ ഇനി സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യണമെന്ന് പറയാനാണോന്ന് അറിയില്ല. പക്ഷേ അലീന ചേച്ചി നല്ലോണം സംസാരിച്ചായിരുന്നു ഫാദറിനോട്. അതുകൊണ്ട് നെഗറ്റീവായൊരു തീരുമാനം വരാൻ സാധ്യതയില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ അലീന ചേച്ചി ഉള്ളതാണ് എൻ്റെ ഒരു ധൈര്യം. അത് ശരിയാണ്, അലീന ചേച്ചി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ധൈര്യം കിട്ടുമെന്ന് പറയും. ആ സമയത്താണ് അലീന അവിടെ നിൽക്കുന്നത്. അലീനയെടുത്ത് വൈജ പറഞ്ഞിട്ടുണ്ട്, 2 ദിവസത്തിനുള്ളിൽ നീ ഇവിടുന്ന് പോയില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് പോകും. നീ ഇനി ഒരു കാര്യത്തിലും ഇടപെടണ്ട. രോഹിത്തിൻ്റെ കൂടെ നീ കോളേജിൽ പോകണ്ട, ബാലേന്ദ്രൻ പൊയ്ക്കോളും. ബാലേന്ദ്രന് പോകാൻ എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ അവൻ്റെ അമ്മയായ ഞാൻ പോകുമെന്ന് പറയും. നീ ഇനി ആരുടെ കാര്യത്തിലും കൂടുതൽ ഇടപെടണ്ട, ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പോയി തന്നാൽ മതി.
ആ പറഞ്ഞതിൻ്റെ ഒരു ടെൻഷനുണ്ട് അലീനയ്ക്ക്. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഒഴിഞ്ഞു പോകണമെന്ന് വൈജ പറയുന്നു. പിന്നെ കോളേജിൽ ഇനി എന്തിനായിരിക്കും എന്നെയും കൂടി വിളിക്കുന്നതെന്നുള്ള ടെൻഷനുണ്ട്. അപ്പോൾ അലീന അങ്ങോട്ട് വരികയാണ്. അപ്പോൾ ചോദിക്കും, ചേച്ചി നമുക്ക് പോകാം. എന്നാലും രോഹിത്തെ, അച്ഛൻ വന്നാൽ മതിയായിരുന്നു, ചേച്ചിയും കൂടി ചെല്ലണമെന്നല്ലേ ലെറ്ററിൽ എഴുതിയിരിക്കുന്നത്. ഒരു പ്രശ്നവും കാണത്തില്ല ചേച്ചി, നമുക്ക് പോയിട്ട് വരാമെന്ന് പറയും. ബബിത എടുത്ത് പറയും, ചേച്ചി ധൈര്യമായിട്ട് പോയിട്ട് വാ മോളെ, ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നിങ്ങൾ സമയത്തിനെടുത്ത് കഴിക്കണം, ഞങ്ങൾ പോയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് യാത്ര പറഞ്ഞ് രോഹിത്തും അലീനയും കൂടി ഇറങ്ങുകയാണ്. അതിനുശേഷം അവർ രണ്ടുപേരും കൂടി കോളേജിലോട്ട് ചെല്ലും. കോളേജിൽ ചെല്ലുന്നതും പ്രിൻസിപ്പൽ അച്ഛൻ ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ അവരകത്തോട്ട് കയറി വരും. ആ സമയത്ത് ഒരു ലെറ്റർ രോഹിയെ ഏൽപ്പിക്കുന്നുണ്ട്. രോഹിത്ത് വായിച്ചു നോക്കുമ്പോൾ രോഹിത്തിൻ്റെ മുഖത്ത് നല്ലൊരു ചിരി വരുന്നുണ്ട്, സന്തോഷം. അപ്പോൾ അലീനയ്ക്ക് മനസ്സിലാവും എന്തോ ഒരു പോസിറ്റീവ് ഇതാണുള്ളത്. അപ്പോഴത്തേക്ക് അച്ഛൻ പറയുന്നുണ്ട്, ഞാൻ നിന്നെ കോളേജിലോട്ട് തിരിച്ചെടുക്കുകയാണ്. ഞാൻ നമ്മുടെ ഡിസിപ്ലിൻ കമ്മിറ്റിയോട് സംസാരിച്ചു, അവരും ഒരു എതിർപ്പും പറഞ്ഞില്ല. ഞാൻ നിന്നെ വിശ്വസിക്കുകയാണ്. ഇനി നിന്നിൽ നിന്ന് ഒരു തെറ്റും ഉണ്ടാവരുത് എന്ന് പറയും. ഈ കുട്ടിയാണ് എൻ്റെ കണ്ണ് തുറപ്പിച്ചത്. പ്രായശ്ചിത്തമാണ് ഏറ്റവും വലിയ പശ്ചാത്താപം. നീ ഇനിയും തെറ്റായ ഒരു കൂട്ടുസെറ്റിലും ചെന്ന് ചാടരുത്. ഇനി നീ സ്റ്റഡീസിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യണം. ഞാനാണ് നിനക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. ആ ഒരു പേര് നീ നിലനിർത്തണം എന്നൊക്കെ രോഹിയോട് പറയുന്നുണ്ട്. അപ്പോൾ അലീന പറയും, ഫാദർ, അവൻ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് അവൻ ജയിലിലായത്. അവൻ ഇനി ഒരിക്കലും അവൻ്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും ഉണ്ടാവത്തില്ല. ഇനി അവൻ നല്ല കുട്ടിയായിട്ട് തന്നെ പഠിക്കും, അവൻ്റെ പഠിത്തം കംപ്ലീറ്റ് ചെയ്യും. എന്തായാലും ഫാദർ കാണിച്ച ഈ മനസ്സിന് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല എന്ന് പറയുമ്പോൾ, കുഞ്ഞെ, നീയാണ് എൻ്റെ കണ്ണ് തുറപ്പിച്ചത്. നീ ഇന്നലെ പറഞ്ഞ വാക്കുകൾ എൻ്റെ മനസ്സിനെ വല്ലാതെ പിടിച്ചുലച്ചിരിക്കുന്നു. നീ ഒരു മാലാഖെ പോലെ വന്നാണ് എൻ്റെ മനസ്സ് മാറ്റിയത്. നീ ഈ ഒരു വലിയ കാര്യമാണ് ചെയ്തിരിക്കുന്നത്. കാരണം അവൻ ചെയ്തു പോയ തെറ്റിനുള്ള പ്രായശ്ചിത്തം ഉള്ള അവസരം ഞാൻ കൊടുക്കണം. ശരിയാണ് നീ പറഞ്ഞത് എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് രോഹിയെ ഫാദർ ആശീർവദിക്കുന്നുണ്ട്. ഇനി ഒരു തെറ്റിലും നീ ചെന്ന് ചേരരുത്. നീ ഇനി നല്ല കുട്ടിയായിട്ട് തന്നെ പഠിക്കണം, പഠിച്ച് നീ നിൻ്റെ പഠിത്തം പൂർത്തിയാക്കണം എന്നൊക്കെ പറഞ്ഞ് രോഹിയുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അലീനയ്ക്ക് വളരെയധികം സന്തോഷമാവുന്നുണ്ട്. കാരണം അലീന വന്ന് സംസാരിച്ചതുകൊണ്ട് അങ്ങനൊരു ഭാഗ്യം കിട്ടിയല്ലോ രോഹിത്തിന്. അങ്ങനെ അവർ രണ്ടുപേരും വളരെ സന്തോഷപൂർവ്വമാണ് തിരിച്ച് വീട്ടിലോട്ട് വരുന്നത്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ വൈജയന്തിയാണ്. വൈജയന്തി അവിടെ ഇങ്ങനെ റൂമിലിരിക്കുന്നുണ്ട്. ആ സമയത്ത് വൈജയന്തി മക്കളും ബാലേന്ദ്രനുമായിട്ടുള്ള ഫോട്ടോയൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. കാരണം 2 ആഴ്ചയ്ക്കുള്ളിൽ അലീന വീട് വിട്ട് പോകുമെന്നാണ് പറയുന്നത്. അവൾ വീട് വിട്ട് പോകാൻ പറ്റില്ലെന്നെങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും. എന്തായാലും അവൾ ഞാനും കൂടി ഒരുമിച്ച് ഒരു കാരണവശാലും ഈ വീട്ടിൽ താമസിക്കത്തില്ല. എനിക്ക് എൻ്റെ മക്കളും കുടുംബവും ഭർത്താവുമായിട്ട് തന്നെ ജീവിക്കണം. അവൾ എവിടുന്നോ കയറി വന്നതാ, അവളെ ഇനി ഈ വീട്ടിൽ നിർത്താൻ ഞാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വൈജ ഫോട്ടോയെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ അവിടംബരാണ് നമ്മുടെ നാളത്തെ കഥ അവസാനിക്കുന്നത്. ഇനി ഇതിൻ്റെ തുടർഭാഗം നാളെ പറയുന്നതായിരിക്കും. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി.